ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ. ഈ പിന്നെ തപാലിലൂടെ അഭിനയം പഠിക്കാൻ പറ്റുമോ? തപാലിലൂടെ ഒരു ഈ MBBS പഠിക്കാൻ ഒക്കുമെന്ന് ചോദിക്കുന്നതാണ്. ഒരു ഡോക്ടറാകാൻ പറ്റുമോ തപാലിലൂടെ പഠിച്ചിട്ട്? അല്ല, എന്തൊക്കെ ചോദിക്കാൻ കാരണം വേറെ ഒന്നുമല്ല. തപാലിലൂടെ അഭിനയം പഠിച്ച് ഒരാൾ എന്നെ കാണാൻ വന്നു ഈയിടെ. സത്യമായിട്ട് എൻ്റെ നാട്ടിലുള്ള ഒരു കല്ലുവെട്ടുകാരനാണ്. വീടിന് വേണ്ടി ചെത്ത് കല്ല് എന്ന് പറഞ്ഞിട്ടുള്ള അത് വെട്ടുന്നവനാണ്. കോങ്കണ്ണുണ്ട് കുറച്ച്. ഒരു ദിവസം പുള്ളി വന്നു. അപ്പോൾ ആദ്യം എനിക്ക് മനസ്സിലായില്ല. പുള്ളി എൻ്റെ അടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ സിനിമയിലൊക്കെ അഭിനയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു, നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം. ഞാൻ പറഞ്ഞു, അപ്പോൾ അഭിനയിച്ചിട്ടൊക്കെ പരിചയമുണ്ടോ? ഞാൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാ. ഞാൻ പറഞ്ഞു, അത് തിരക്കുകളിലല്ലോ. നാടകത്തിൽ അഭിനയിച്ചില്ല, ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചാ. എന്നുവെച്ചാൽ എവിടെ? ചേർത്തല. ഓ, അവിടെ ഹോസ്റ്റലിൽ താമസിച്ച് പഠിച്ചത്? ഇല്ല, ഞാൻ പോസ്റ്റലായിട്ടാണ് പഠിച്ചത്. അത് ശരി. അതിപ്പോൾ വലിയ തമാശയായിട്ട് തോന്നുന്നത്. പോസ്റ്റലായിട്ട് എങ്ങനെയാണെന്ന് ചോദിച്ചു. ഇങ്ങനെ അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടൊരു സ്ക്രിപ്റ്റ് ചേർത്തലയിൽ നിന്ന് അതിൻ്റെ ആൾ അയച്ചു കൊടുക്കും അത്ര. അതിന് ഫീസ് കൊടുക്കണം. എന്നിട്ട് ഇയാൾ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് അത് കംപ്ലീറ്റ് പ്രാക്ടീസ് ചെയ്യണം അത്ര. എന്നിട്ട് എങ്ങനെ പ്രാക്ടീസ് ചെയ്തു എന്നുള്ള റിപ്പോർട്ട് അങ്ങോട്ട് അയക്കണം അത്ര. എന്നിട്ട് അയാൾ അങ്ങനെ പോരാന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ടൊരു റിപ്പോർട്ട് അയക്കുന്നത്. അങ്ങനെ 1-2 കൊല്ലത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് പഠനമാണ് ഈ തപാലിൽ കൂടി. അയാൾ ഭയങ്കര നടനായി. ഇതിപ്പോൾ നേരത്തെ ഉണ്ടായിരുന്നു, നമുക്ക് അങ്ങനെ പോകായിരുന്നു. ഞാനിപ്പോൾ അതാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോയി ആ ഒരു പഠനം. പിന്നെ ഒരു ലാസ്റ്റ് ഇത് കൂടി, നമ്മളിപ്പം പരിഷ്കരിച്ച സമൂഹത്തിൽ ജാതി മതം ഇങ്ങനത്തെ കാര്യങ്ങളെ പറ്റി ഒന്നും ചോദിക്കാൻ പാടില്ലെന്നാണ്. എങ്കിലും തിലചേട്ടൻ്റെ ജാതി എന്നെ പോലെ തന്നെ നമ്പൂതിരിയല്ലേ? അല്ലേ? അല്ല, ശ്രീനിവാസിൻ്റെ ഇടയ്ക്ക് നമ്പീശനാണെന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഒരു പ്രത്യേക സിറ്റുവേഷനിൽ എൻ്റെ അച്ഛൻ നമ്പീശനാണ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഞാൻ TV കണ്ടു, ഇതേ പങ്ക്തിയിൽ. എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു ജാതി എന്ന് പറയുന്നത് ഞാൻ സീരിയസ് ആയിട്ട് പറയാം, എനിക്കതിനോട് യാതൊരു ഒരു അഭിമുഖ്യമില്ല ഈ ജാതി എന്നൊക്കെ പറയുന്നത്. ജാതി ചോദിക്കരുത്. അത് എനിക്ക് വളരെ വിശ്വാസമുണ്ട്. അത് നാരായണ ഗുരുസ്വാമി പറഞ്ഞാണ്. അദ്ദേഹത്തെ അതുകൊണ്ട് തന്നെ ഗുരു എന്ന് ഞാൻ വിളിക്കാൻ തയ്യാറാകുന്നത്. കാരണം ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്. ഇന്നിപ്പോൾ നേരെ മറിച്ചാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്കിൽ കൂടി ചെറുപ്പത്തിൽ ഇപ്പം ഞാനൊരു ക്രിസ്ത്യാനിയാണ്, എന്നിൽ ഈ മാമോദിസ വെള്ളം വീണ് അതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതെന്ന് പറയുകയാണെങ്കിൽ, മാമോദിസ നമുക്ക് എതിർക്കാൻ പറ്റാത്ത പ്രായത്തിലാണല്ലോ ചെയ്യുന്നത്. ശരിയാണ്. എതിർക്കാൻ പറ്റുന്ന പ്രായമാണ് എൻ്റെ തലയിൽ ഒഴിക്കരുത് വെള്ളം എന്ന് പറയും ചിലർ. അങ്ങനെ പറയുന്ന ഒരുത്തനാണ് ഞാൻ. ഇത് കരിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ചാരമല്ലേ, മറ്റൊന്നല്ലല്ലോ. ബ്ലഡും അതുപോലെ തന്നെ. ഇന്ന ജാതിക്ക് ഇന്ന ബ്ലഡ്, ഇന്ന ജാതിക്ക് O, മറ്റേ A പോസിറ്റീവ്, ഇങ്ങനൊന്നും അങ്ങനെയാണോ? അതാ ചോദിക്കുന്നു. പിന്നെ ചിലർ ഉദര നിമിത്തം ഇങ്ങനെയൊക്കെ പറയുന്നു, പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ അല്ലേ? അങ്ങനെയാണല്ലോ ഇപ്പോൾ പലരും ജീവിക്കുന്നത്.